ഹലോ, നമ്മൾ നേരത്തെ ഷെയർ അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിന് വിരുദ്ധമായിട്ട് ഷെയർ അലോട്ട് ചെയ്യുന്നതിനെ എന്ത് പറയുക? ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, അലോട്ട്മെൻറ്റ് മെയ്ഡ് അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിന് വിരുദ്ധമായിട്ട് നമ്മൾ ഷെയർ അലോട്ട് ചെയ്യുന്നതിനെ ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയുക. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് നോക്കാം. താഴെ പറയുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഇറഗുലർ അലോട്ട്മെൻറ്റിൽ പെടുത്താം. ഒന്ന്, പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാതെ ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. അതായത് പബ്ലിക്കിന് പ്രോസ്പെക്ടസ് കൊടുക്കാതെ, എന്നുവെച്ചാൽ കമ്പനി ഷെയർ വിൽക്കുന്നതിനുള്ള ക്ഷണപത്രമാണ് പ്രോസ്പെക്ടസ്. അപ്പോൾ അത് പബ്ലിക്കിന് കൊടുക്കാതെ ഷെയർ അലോട്ട് ചെയ്താൽ അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കമ്പനി റിസീവ് ചെയ്തില്ലെങ്കിൽ അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. ഓക്കെ, അതുപോലെ രജിസ്ട്രാർക്ക് പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി ഫയൽ ചെയ്യാതെ അലോട്ട്മെൻറ്റ് നടത്തിയാൽ ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. എ കോപ്പി ഓഫ് ദ prospectus must be registered with the registrar. If the company fails to do so and then company allot the shares to the public, it is known as irregular allotment. Okay, അതും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുപോലെ സെക്ഷൻ 26 പ്രകാരമുള്ള കമ്പനീസ് ആക്ട് സെക്ഷൻ 26 പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ചുള്ളതാണ്. അത് പാലിക്കാതെ അലോട്ട്മെൻറ്റ് നടത്തിയാൽ അതും ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസിൻ്റെ 5% നമുക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ട്, ഷെയറിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ 5% നമുക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന് ഇറഗുലർ അലോട്ട്മെൻ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 5% കുറയാത്ത പൈസ നമുക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടണം. അത് കിട്ടാതെ നമ്മൾ ഷെയർ അലോട്ട് ചെയ്താൽ അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ആപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടുന്ന പൈസ എല്ലാം ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. കമ്പനി അങ്ങനെ നിക്ഷേപിക്കാതെ അലോട്ട്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, ഓക്കെ, ആപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടുന്ന സംഖ്യ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിക്കാതെ കമ്പനി ഷെയർ അലോട്ട് ചെയ്താൽ അതിനെ ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യാതെയാണ് കമ്പനി ഷെയർ അലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയും ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാതെയാണ് കമ്പനി ഷെയർ അലോട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തരം പ്രൊസീജിയേഴ്സ് നടത്താതെയാണ് കമ്പനി ഷെയർ അലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയും നമ്മൾ ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഷെയർ അലോട്ട് ചെയ്യുക പറഞ്ഞാൽ നല്ലൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കമ്പനിയുടെ ആപ്ലിക്കേഷൻ അയക്കുന്ന നമുക്കെല്ലാം ഷെയർ അനുവദിക്കുന്നതിനെയാണ് ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ കമ്പനി ചെയ്യാതെയാണ് നമുക്ക് ഷെയർ അലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്നാണ് പറയുക. അതൊരിക്കലും ഒരു കമ്പനി ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, ഇനി ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ലെറ്റർ ഓഫ് റിഗ്രറ്റ് ആണ്. എന്താ ലെറ്റർ ഓഫ്? ആപ്ലിക്കേഷൻ അയച്ച എല്ലാ പേർക്കും നമുക്ക് ഷെയർ അലോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് കമ്പനിയുടെ കയ്യിൽ 10-20,000 ഷെയറേ ഉള്ളൂ. ഒരുപാട് ആപ്ലിക്കേഷൻ വന്നു, 50,000-ഓളം ആപ്ലിക്കേഷൻ വന്നു എന്ന് കരുതുക. 20,000 ഷെയറേ ആകെ കൊടുക്കാനുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 30,000 പേർക്ക് കമ്പനി എന്ത് ചെയ്യണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് പറഞ്ഞൊരു ലെറ്റർ അയക്കണം. എന്താ, ഈ നമ്മുടെ ഷെയർ അലോട്ട് ചെയ്യുന്നതിൽ ഇന്നെബിലിറ്റി, നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണം? ലെറ്റർ ഓഫ് റിഗ്രറ്റും അയക്കണം. അതുപോലെ അവർ ആപ്ലിക്കേഷൻ മണിയായിട്ട് തന്ന സംഖ്യയുടെ ചെക്ക് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്നുള്ള പദം എന്താണ്? These are letters sent to the applicants to whom shares have not been allotted. ഷെയർ അലോട്ട് ചെയ്യാത്ത ആപ്ലിക്കൻസിനെ അയക്കുന്ന ലെറ്ററാണ് ലെറ്റർ ഓഫ് റിഗ്രറ്റ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഷെയർ അനുവദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു റിഗ്രറ്റ്, ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ലെറ്ററാണത്. അതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആപ്ലിക്കേഷൻ മണിയുടെ ചെക്കും ഈ ലെറ്റർ ഓഫ് റിഗ്രറ്റിൻ്റെ കൂടെ കമ്പനി എൻക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഒന്ന്.
അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ ഒന്നാണ് ലെറ്റർ ഓഫ് റിഗ്രറ്റ്. ഇനി സ്പ്ലിറ്റിംഗ് ഓഫ് അലോട്ട്മെൻറ്റ് പറഞ്ഞ വേറൊരു പരിപാടി ഉണ്ട്. സ്പ്ലിറ്റിംഗ് അലോട്ട്മെൻറ്റ് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരുപാട് ഷെയറുകൾ നമ്മൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ അലോട്ട്മെൻറ്റ് ലെറ്ററായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എന്ത്, സ്പ്ലിറ്റിംഗ് ഓഫ് അലോട്ട്മെൻറ്റ്. ഓക്കെ, കുറേ ഷെയറുകൾക്ക് ഒരാൾ അപേക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ നമ്മൾ എന്ത് ചെയ്യും, സ്മോൾ നമ്പറിലേക്കുള്ള കുറേ അലോട്ട്മെൻറ്റ് ലെറ്ററായിട്ട് വിഭജിക്കുന്നതിന് എന്ത് പറയുക, സ്പ്ലിറ്റിംഗ് ഓഫ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുക. ഓക്കെ, ഇനി വേറൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ എനിക്ക് ഷെയർ അലോട്ട് ചെയ്തു വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചെയ്തേക്കാം, എനിക്ക് അലോട്ട് ചെയ്ത ഷെയറുകൾ ഞാൻ വേറെ വല്ല ആൾക്കാർക്കും കൈമാറിയേക്കാം. അതിന് റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെൻറ്റ് എന്നാണ് പറയുക. ശരിക്കും ശ്രദ്ധിക്കണം, ചില അവസരങ്ങളിൽ കമ്പനിക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഷെയർ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ലെറ്റർ ഓഫ് റിഗ്രറ്റ് അയക്കും. ഇനി ഷെയർ അലോട്ട് ചെയ്ത വ്യക്തി എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വേറെ വല്ലവർക്കും കൈമാറാം. അതിന് നമ്മൾ റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഒന്നുകിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ വേറൊരു വ്യക്തിക്ക് നമ്മുടെ ഷെയറിൻ്റെ റൈറ്റ് കൈമാറുന്നതിന് എന്ത് പറയുക, റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് അലോ ചെയ്ത ഷെയർ ഞാൻ വേറെ ആൾക്ക് കൊടുക്കുന്ന പ്രക്രിയയാണ് എന്ത്, റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെൻറ്റ്. So, under the renunciation of allotment, the allottee will hand over the right on the share to either fully or partly to other party. ഓക്കെ, വേറൊരു വ്യക്തിക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഷെയർ കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്തതുള്ളത് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്താണെന്നാണ്. കമ്പനി സെക്രട്ടറിക്ക് ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ ഒരു പദവിയാണ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. അപ്പം സെക്രട്ടറി ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡ്യൂട്ടികൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ചാണ് ഷെയർ അലോട്ട് ചെയ്തിരിക്കുന്നു എന്ന് സെക്രട്ടറി പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ദ സെക്രട്ടറി ഷുഡ് എക്സാമിൻ ദ സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് ഫോർ ആപ്ലിക്കേഷൻ ഇഷ്യൂ ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ. ഓക്കെ, അതൊന്നാമത്തത്. ഓക്കെ, അതുപോലെ ഹി ഷുഡ് എക്സാമിൻ ഈ ആപ്ലിക്കേഷൻ മണിയെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കിൽ റിസീവ് ചെയ്തിരിക്കുന്നു എന്ന് ആര് പരിശോധിക്കണം, സെക്രട്ടറി പരിശോധിക്കണം. ഓക്കെ, ദ സെക്രട്ടറി ഷുഡ് എക്സാമിൻ ദ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക്. അത് അദ്ദേഹം പരിശോധിക്കണം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾഡ് ബാങ്കിൽ ആപ്ലിക്കേഷൻ മണി ഡെപ്പോസിറ്റ് ആവാതെ ഷെയർ അലോട്ട്മെൻറ്റ് നടത്തിയാൽ അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഇതിൽ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാം, പേഴ്സണലായിട്ട് ചോദിക്കാം. ഈ കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ കേട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഗ്രിക്ക് നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളെ നേരിട്ട് കാണാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഡിഗ്രി നിങ്ങൾ ജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാകുള്ളൂ. അപ്പോൾ ഡിഗ്രി ജയിക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷ അല്ലെങ്കിൽ പഠനം ഇതിന് കുറേയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് വരുന്നു. ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിരിക്കുന്നോ എന്ന് സെക്രട്ടറി പരിശോധിക്കണം. ഓക്കെ, അതുപോലെ ഹീ ഷുഡ് നമ്പർ ദ ആപ്ലിക്കേഷൻ സീരിയലി. ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ച ആളുകളുടെ പേര് കാര്യങ്ങളെല്ലാം സീരിയലായിട്ട് അദ്ദേഹം സൂക്ഷിക്കണം. അത് വേറൊരു ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി അദ്ദേഹം കൺസൾട്ട് ചെയ്യണം. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് ഷെയർ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൺസൾട്ട് ചെയ്തിട്ട് ഷെയറുകളെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ആര് നോക്കണം, സെക്രട്ടറി നോക്കണം. ഓക്കെ, അതുപോലെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു 20,000 ഷെയറേ ഉള്ളൂ, പക്ഷേ 50,000 പേര് അപേക്ഷിച്ചു, അതിന് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറയുക.
ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഷെയർ അലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് ആര് പരിശോധിക്കണം? സെക്രട്ടറി പരിശോധിക്കണം. ഓക്കെ. അപ്പം ഇപ്പം നോക്കൂ, ഈ 20,000 ഷെയറും ഉണ്ട്, 50,000 അപേക്ഷകരുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിച്ച എല്ലാവർക്കും 20:50 എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. 50 എണ്ണത്തിന് അപേക്ഷിച്ച ആൾക്ക് 20 എണ്ണം വെച്ചിട്ട്. അപ്പോൾ അതൊരു രീതിയാണ്. അപ്പോൾ ദ സെക്രട്ടറി ഷുഡ് ചെക്ക് ഇൻ കേസ് ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ ദ മെത്തേഡ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ. മനസ്സിലായല്ലോ? അത് അദ്ദേഹം പരിശോധിക്കണം, ഏത് രീതിയിലാണിത് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഹി ഷുഡ് അറേഞ്ച് ദ അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് ആൻഡ് ലെറ്റർ ഓഫ് റിഗ്രറ്റ്. മനസ്സിലായല്ലോ? ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റും ലെറ്റർ ഓഫ് റിഗ്രറ്റും അദ്ദേഹം എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ആര് അറേഞ്ച് ചെയ്യണം? സെക്രട്ടറി അറേഞ്ച് ചെയ്യണം. ഓക്കെ. അതുപോലെ അലോട്ട്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് അദ്ദേഹം നെസസറി അറേഞ്ച്മെൻറ്റ് നടത്തണം. ഹി ഷുഡ് ടേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ സ്പ്ലിറ്റിംഗ് ദ അലോട്ട്മെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു, സ്പ്ലിറ്റിംഗ് ദ അലോട്ട്മെൻറ്റിന് അദ്ദേഹം അത് അറേഞ്ച് ചെയ്യണം. ആര്? നമ്മുടെ സെക്രട്ടറി. ഓക്കെ. അതുപോലെ കമ്പനിയുടെ രജിസ്ട്രാറിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നെസസറി ആയിട്ടുള്ള എൻട്രികൾ ആര് നടത്തണം? നമ്മുടെ സെക്രട്ടറി നടത്തണം. ഓക്കെ. അതുപോലെ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ള രേഖ, റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്, ഷെയർ അലോട്ട് ചെയ്യുന്ന റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് അദ്ദേഹം ആർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്? രജിസ്റ്റർ ഓഫ് കമ്പനിക്ക്. അപ്പം സെക്രട്ടറിക്ക് എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ട്? നമ്മുടെ ഈ ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് സെക്രട്ടറി ഒന്നാമത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഹീ ഷുഡ് ചെക്ക് ദ സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് വെദർ ഫോളോഡ് ബൈ ദ കമ്പനി. കമ്പനി സ്റ്റാറ്റ്യൂട്ട്, നിയമപരമായ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തതെന്ന് നോക്കണം. ഷെഡ്യൂൾഡ് ബാങ്കിൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. ഓവർ സബ്സ്ക്രിപ്ഷൻ ഉള്ള സമയത്ത് മെത്തേഡ് ഓഫ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി കൺസൾട്ട് ചെയ്യണം വെദർ ദ കമ്പനി ലിസ്റ്റഡ് ദെയർ ഷെയർ ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അതുമായിട്ട് കൺസൾട്ട് ചെയ്യണം. അതുപോലെ ആപ്ലിക്കേഷൻ അയച്ച ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം സീരിയൽ ഓർഡറിൽ കയ്യിൽ വയ്ക്കണം. ഓക്കെ. അലോട്ട്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നെസസറി അറേഞ്ച്മെൻറ്റ് നടത്തണം. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൻ്റെ ഒരു ബുക്ക് അദ്ദേഹം സൂക്ഷിക്കണം. അതിൽ നെസസറി എൻട്രികൾ നടത്തണം. പിന്നെ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയും വേണം. ഇതാണ് നമുക്ക് സെക്രട്ടറിയുടെ ഡ്യൂട്ടി അലോട്ട്മെൻറ്റ് സമയത്ത്. ഓക്കെ.